Debate with Smriti Parathikar. പാലക്കാട് നല്ലേപ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടസ്സപ്പെടുത്തിയതിന് പിന്നാലെ തത്തമംഗലം സ്കൂളിലും ക്രിസ്മസ് പുൽക്കൂട് തകർത്തു എന്ന പരാതി ഉയർന്നിരിക്കുന്നു. വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അക്രമ സംഭവങ്ങൾ ബോധപൂർവമാണെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നല്ലേപ്പള്ളി സംഭവത്തിന് പിന്നിലുള്ളവർ തന്നെയാണ് തത്തമംഗലത്തും പുൽക്കൂട് തകർത്തതെന്ന് സംശയിക്കുന്നതായും മന്ത്രി കുറ്റപ്പെടുത്തി. പരീക്ഷ കഴിഞ്ഞ സ്കൂൾ മുറ്റത്ത് സാന്റാക്ലോസിന്റെ തൊപ്പിയണിഞ്ഞ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടെയാണ് VHP പ്രവർത്തകർ അക്രമം കാട്ടിയത്. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലോ കർണാടകയിലോ ഒക്കെ മാത്രമാണ് ഈ കാഴ്ച കണ്ടിട്ടുള്ളത്. ചോദ്യം ഇതാണ്, എവിടേക്കും എത്തിയോ? ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവനുണ്ട്. വരദനിരീക്ഷനായി മിഥുൻ വിജയകുമാറുമുണ്ട്. ആദ്യം ആർ ജയദേവനിലേക്ക്. ജയദേവൻ, 2 സംഭവങ്ങളാണ് പാലക്കാട് നടന്നത്. 2ഉം സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് സംഭവിച്ചത്. എന്താണ് നിങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് കണ്ടല്ലോ. സന്ദീപ് വാര്യരും ആ നാട്ടുകാരനാണ്. അപ്പോൾ സന്ദീപ് വാര്യരുടെ സംശയങ്ങൾ DYFI ശരിവെക്കുന്നുണ്ടോ? നമസ്കാരം. ഇവിടെ കേരളത്തിൽ ഒരിക്കലും കേരളത്തിലെ ജനത ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്തയാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ നല്ലേപ്പള്ളി സ്കൂളിൽ നിന്നും കേൾക്കാനിടയായത്. ഇവിടെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ മനുഷ്യ മനസ്സുകൾ എല്ലാ ആഘോഷങ്ങളും അവരുടേതായി കാണുന്ന മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു സ്കൂളിനകത്തേക്ക് കടന്നു ചെന്ന് ഇന്ന ആഘോഷമാണ് നടത്തേണ്ടത്, ക്രിസ്മസ് ആഘോഷം നടത്താൻ വേണ്ടി പാടില്ല, പകരം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഒരു മനുഷ്യ മനസാക്ഷികൾ ഉണരേണ്ട ഒരു സമയം കൂടിയാണിത്. ഇവിടെ നോക്കൂ, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും അതിൽ ഒരാളെ പോലും തള്ളിപ്പറയാൻ അവരുടെ ഔദ്യോഗിക നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് എത്രത്തോളം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ തുടരുന്നത് എന്ന് സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. VHP പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ജയദേവൻ, VHPയുടെ ഔദ്യോഗിക പ്രതികരണമായി വന്നിരിക്കുന്നത് നിയമപരമായി നേരിടും എന്നാണ്. അവരിറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പ്, സംസ്ഥാന നേതൃത്വം ഇറക്കിയ ആ പത്രക്കുറിപ്പിനകത്ത് അനിൽകുമാർ എന്ന വ്യക്തിയുടെ ഒരു പേര് പോലും, അവരുടെ ഒരു തള്ളിപ്പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിനകത്തില്ല. അറസ്റ്റിലായ VHP നേതാവ് അനിൽകുമാർ CPIMലെ 5-ാം മൈലിലെ CPM പ്രവർത്തകനായ സുകുമാരൻ വധക്കേസിലെ പ്രതി കൂടിയാണ്. അതിൽ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആ സംസ്ഥാന നേതാക്കൾ ഇറക്കി ഈ പത്രക്കുറിപ്പിനെ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള പ്രതികളെ സംരക്ഷിക്കില്ല, അവരെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന വാചകം കേൾക്കാനിരുന്ന കേരളത്തിൻ്റെ മനസ്സിനോട് അവർ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ആശയം തന്നെയാണ്, ഞങ്ങളുടെ ആഗ്രഹം അവരതിലൂടെ നടപ്പിലാക്കി എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ അതാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി. ഒരു തരത്തിലും അവിടെ BJP ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ സംഘപരിവാറികളാണെങ്കിൽ ശരി, ഇവരെ തള്ളിപ്പറയുന്ന ഒരു സമീപനം അവിടെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങൾ ഈ BJPയെ തള്ളിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെ DYFI അവിടെ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചിരുന്നു. സ്മൃതി കണ്ടു കാണും. എന്ത് നല്ല ഒരു പങ്കാളിത്തമാണ് അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ആ പ്രദേശത്തു കൂടി ആ കരോൾ സംഘം കടന്നു പോകുന്ന സമയത്ത് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പേറുന്ന സംഘപരിവാറുകാരെ നല്ലേപ്പള്ളിയുടെ മണ്ണ് തൂത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ ഓരോ ജനങ്ങളും, യുവാക്കളും, കുട്ടികളും, വിദ്യാർത്ഥികളും ഭയപ്പെട്ടിരുന്നു. കാരണം നിങ്ങൾ ആ നാട്ടിലുള്ളവരാണ്. ഇപ്പോൾ കേരളത്തിൽ മറ്റിടത്തൊന്നും ഈ രൂപത്തിൽ ഒരു സംഭവം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ പാലക്കാട് 2 സംഭവങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു. ഇന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി അവിടെ പോയപ്പോഴും പറഞ്ഞത് 2ന് പിന്നിലും ഒരേ കൂട്ടരാണ് എന്ന് സംശയിക്കുന്നു എന്നാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് നിങ്ങളുടെ നിരീക്ഷണത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. പാലക്കാട് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ മണ്ണിൽ? സ്മൃതി, ഞങ്ങൾ പറയുന്നത്
ഇവിടെ അധികാരത്തിൻ്റെ തണൽ ലഭിക്കുമ്പോഴും എന്ത് ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് സംഘപരിവാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ ഈ ഫ്ലോറിലിരിക്കുന്നതിന് ഏതാനും മീറ്റർ അപ്പുറത്താണ് പാലക്കാട് നഗരസഭയുള്ളത്. ഒരു പക്ഷേ സ്മൃതി ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. ഇവിടെ നഗരസഭ 2ാം തവണയും ഭരണം കിട്ടിയ സമയത്ത് BJP അവിടെ അധികാരമേൽക്കുന്ന ദിവസം ആ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ ജയ് ശ്രീറാം എന്ന ബാനറാണ് ഉയർത്തിയിരുന്നത്. നോക്കൂ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് എല്ലാവരുടെയും ആളുകളായി പ്രവർത്തിക്കേണ്ട, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ആളുകൾ അവിടെ ആ കെട്ടിടത്തിന് മുകളിൽ ജയ് ശ്രീറാം എന്ന ബാനർ ഉയർത്തുകയാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിന് മുകളിൽ ജയ് ശ്രീറാം അല്ല ഉയർത്തേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തി ദേശീയ പതാക RSSൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി ആ കെട്ടിടത്തിന് മുകളിൽ പാറിച്ച ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് DYFI എന്നാണ്. ഇവിടെ നോക്കൂ, എത്രത്തോളമാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ മാത്രം കേൾവി ഉണ്ടായിരുന്ന ഒരു സംഭവം ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കൂ, ഒറീസയിൽ കാന്തമാനിലുണ്ടായ ഒരു സംഭവം നമ്മൾ അന്നെങ്ങോ അത് ഒറീസയിലല്ലേ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഒറീസയിലെ കാന്തമാനിലെ കന്യാസ്ത്രീകളെ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിച്ചൊരു സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട്. നോക്കൂ, 25 വർഷങ്ങളുടെ മുമ്പ് ഇതേ ഒരു ജനുവരി 22-ാം തീയതി, ആ ദിവസം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ വംശജനെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, 5 വയസ്സും 7 വയസ്സുമുള്ള 2 മക്കളെ ജീപ്പിലിട്ട് ചുട്ടുകൊന്നത് ബജ്രംഗദളാണ്. ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം 35 വർഷം ഒറീസയിലെ ആദിവാസികൾക്കിടയിലും കുഷ്ഠരോഗികൾക്കിടയിലും പ്രവർത്തിച്ച ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയെയാണ് അവർ അന്ന് കൊലപ്പെടുത്തിയത്. അന്ന് നമ്മൾ കരുതിയത് അത് ഒറീസയിലല്ലേ എന്നുള്ളതാണ്. ഒറീസയിലെ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾക്കെതിരെയാണ് KEN അന്ന് അവർ മറ്റേ ക്രിസ്ത്യാനികളെ തേടിയെത്തിയെന്നൊരു പുസ്തകം തന്നെ ഇറക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഇവിടെ കേരളത്തിനകത്ത് ഇത് എത്തുമ്പോൾ വളരെ ഞെട്ടലോടുകൂടി വേണം നമ്മളത് കാണാൻ. ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിനകത്ത് നടക്കുന്ന ഈ തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നമ്മളെ കൂടി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കോണിൽ നടക്കുന്നതിനെതിരെയും നമ്മുടെ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു ആക്രമണം നടന്ന ശേഷം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു ബദൽ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സംഘടനകൾ അവിടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഞാൻ മിഥുനിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അതിനോട് BJP സംസ്ഥാന നേതൃത്വം പ്രതികരിച്ച രീതിയും താങ്കൾ കണ്ടിരിക്കും. അതിൽ BJPയിൽ നിന്നും നേരത്തെ പുറത്തു പോയവരാണോ ഇതിൽ പിന്നിലെന്ന് സംശയിക്കുന്നതായൊക്കെയാണ് പറഞ്ഞത്. അതിനോട് സന്ദീപ് വാര്യർ മറുപടി പറയുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ VHP പ്രവർത്തകർ അവർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. VHP നേതൃത്വം നിയമപരമായി അതിനെ നേരിടുമെന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ എത്രത്തോളം ഈ സംഭവത്തെ അതിന്റെ ഗൗരവത്തിൽ സംസ്ഥാനത്തെ BJP നേതൃത്വം കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? നോക്കൂ സ്മൃതി, ഈ ഒരു വിഷയത്തില് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഇത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എന്തുകൊണ്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെ അപലപിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളൊരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ് ഇവിടെ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അത് ഏത് ഭാഗത്തു നിന്നാണെങ്കിൽ പോലും, അതിപ്പോ BHPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് തീവ്ര സംഘടനയാണെങ്കിലും അതിനെ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് BHP ആണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഇപ്പം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ചില ആളുകൾ ഉപയോഗിക്കും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അതിനെ ഒറ്റ സ്വരത്തിൽ എല്ലാവർക്കും എതിർക്കാൻ സാധിക്കണം. പക്ഷെ അല്ല, അവിടെ RSS, BJP, VHP എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഘപരിവാറിനെ കരിവാരി തേക്കാൻ വേണ്ടി അല്ല, തീർച്ചയായും സംഘപരിവാറിൽ പെടുന്നതാണ് BJPയും VHP ഒക്കെ തന്നെ. പക്ഷെ VHPയിൽ അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണണം. അതുകൊണ്ട് BJPയെ കരിവാരിത്തേക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം BJP കരിവാരിത്തേക്കല്ല, BJP അതിൽ ഉത്തരവാദിത്തത്തോടൊരു മറുപടി പറഞ്ഞു. മിഥുൻ, ഒറ്റ മിനിറ്റ്. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന ഒരു സംഭവം, അതിനെ ഒറ്റപ്പെട്ടതെന്ന് ആ ഞെട്ടലിൽ നമുക്ക് അത് ഒറ്റപ്പെട്ടതാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ ആവർത്തിക്കുന്നതല്ലേ കണ്ടത് ഒരേ ജില്ലയിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവമാകുന്നത്? ജോർജ് കുര്യൻ പ്രതികരിച്ച പ്രതികരണമാണോ K. സുരേന്ദ്രൻ നടത്തിയത്?
നോക്കൂ സ്മൃതി, ഒരു സംഘടനയിൽപ്പെട്ട എല്ലാവരുടെയും ഉത്തരവാദിത്വം ആ സംഘടനയ്ക്ക് തന്നെയാണോ, അല്ലെങ്കിൽ അതിന്റെ എല്ലാ രൂപത്തിലും ഈ സംഘടന തന്നെ അതിന്റെ ചുമതല ഏറ്റെടുക്കണം? അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐയിലെ ഓരോ പ്രവർത്തകനും ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐക്കും CPM-നും ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ? അതെങ്ങനെ വ്യക്തികളുടെ ഉത്തരവാദിത്തമാകുന്നു മിഥുൻ? ഒരു കൂട്ടം വ്യക്തികൾ അങ്ങനെയാണെങ്കിൽ VHP നിയമപരമായി നേരിടുമെന്ന് പറയില്ലല്ലോ. ആക്രമിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയുമ്പോൾ അവരത് നേരിട്ടോട്ടെ എന്ന് തീരുമാനിക്കല്ലേ വേണ്ടത്? VHP അത് സംഘടന എന്ന നിലയ്ക്ക് നിയമപരമായി നേരിടുമെന്നാണ് പറയുന്നത്. VHP പ്രവർത്തകർ പറയുകയാണ് കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ട സ്കൂളിലെന്ന്, സാന്റാക്ലോസിന് വേഷം ധരിച്ച് വരണ്ട എന്ന്. എന്താണ് ഇതിന്റെ ഗൗരവം ആ നിലയ്ക്ക് മനസ്സിലാക്കാത്തത്? അല്ല, ഞാനത് ഒരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കാൻ താങ്കൾ അനുവദിക്കും. അതിനുശേഷം ചോദ്യം ചോദിച്ചോളൂ. കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് കൺക്ലൂഡ് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാരോൾ പുറത്തേക്ക് വരാൻ പാടില്ല, സ്കൂളിന്റെ ക്യാമ്പസിൽ ആഘോഷം നടന്നോട്ടെ, അത് പുറത്തേക്ക് വരണ്ട എന്ന രീതിയിലാണ് അവർ പറഞ്ഞത് എന്ന ഒരു വാദം കൂടെ VHP പറയുന്നുണ്ട്. ചില ആളുകൾ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതാണോ ശരി? അതല്ല ശരി എങ്കിൽ അത് കോടതിയിൽ തെളിയിക്കേണ്ട കാര്യമാണ്, നമ്മളല്ല ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില പാർട്ടികൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ സ്മൃതിക്ക് ഓർമ്മ കാണല്ലോ, കോഴിക്കോട് ഒരു എന്താ പറയാ മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ഹോമം നടത്തി എന്നതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം സെക്യുലറിസവും ഞങ്ങൾ ഇവിടെ എന്താ പറയുക സെക്യുലർ ഫാബ്രിക് തകരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് നടത്തുന്നത്. ഇവർക്ക് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നത് അവിടെ ഒരു വലിയ ചോദ്യമല്ലേ? കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഏതെങ്കിലും ആളുകൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടണം, അതിൽ സംശയമൊന്നുമില്ല. ഇങ്ങനെയുള്ള പരിപാടികളുടെ എന്താ പറയുക, ഇങ്ങനെയുള്ള സ്കൂളിലെ പരിപാടികളൊക്കെ അലങ്കോലപ്പെടുത്താൻ നോക്കുന്നത് അത് ഏത് പാർട്ടി ആയാലും ആരായാലും അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവണം. ഹോമം നടത്താമെന്നാണോ താങ്കൾ പറയുന്നത്? സ്കൂളിൽ ഹോമം നടത്താമെന്നാണോ? എന്താ ഹോമം സെക്യുലർ അല്ല? അല്ല, ഹോമം നടത്തുന്ന ഒരു കൂട്ടരുടെ വിശ്വാസമാണ്. ക്രിസ്മസ് ആഘോഷമാണ്, അത് ഓണം ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഇതൊക്കെ എല്ലാ കാലത്തും നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളതാണ്. ഹോമം പോലെയല്ല, അങ്ങനെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ചടങ്ങല്ല. അവിടെ മുസ്ലിം വിദ്യാർത്ഥികളുണ്ട്, അവിടെ ക്രിസ്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. റിലീജിയസ് കോൺസെപ്റ്റ് ആണോ യേശു എന്ന് പറയുന്നത്? റിലീജിയസ് കോൺസെപ്റ്റ് ആണോ അതോ സെക്യുലർ കോൺസെപ്റ്റ് ആണോ? നോക്കൂ, ക്രിസ്മസ് നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കാറ്? ഓണം നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കാറ്? വിഷു എങ്ങനെയാണ് ആഘോഷിക്കാറ്? എല്ലാവരും ആഘോഷിക്കട്ടെ. ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമം നടത്തുക, പൂജ നടത്തുകയും അല്ല ചെയ്യേണ്ടത് സ്കൂളിൽ. അത് ചെയ്യാൻ പാടില്ല കാര്യമല്ല, അത് സ്വാഭാവികമായും കേസെടുക്കുമല്ലോ. രണ്ടിനും ഒരേ സ്വഭാവമല്ല. രണ്ടിനും ഒരേ സ്വഭാവമല്ല. രണ്ടും റിലീജിയസ് ആണ്. രണ്ടും ഒരേ സ്വഭാവമല്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ ഹോമം നടത്തുന്നതും അല്ലെങ്കിൽ ഒരു തരത്തിൽ മന്ത്രവാദം നടത്തുകയാണെങ്കിലും അതിനെയും താങ്കൾ ന്യായീകരിക്കുമോ? ഹോമത്തെയും മന്ത്രവാദത്തെയും രണ്ടിനെയും കൂട്ടിക്കുഴച്ച് കാണല്ലേ. ഞാനിവിടെ ചോദിക്കുന്നത്, ഒരു ഗണപതി ഹോമം നടത്തുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തുന്നു, ഇത് രണ്ടും റിലീജിയസ് സ്വഭാവമുള്ള കാര്യമല്ലേ? ഇതിലെങ്ങനെയാണ് ശ്രുതിക്ക് പറയാൻ പറ്റുക ക്രിസ്മസ് റിലീജിയസ് സെക്യുലർ ആണ്, ഹോമം റിലീജിയസ് ആണ്? അതെങ്ങനെയാണ്? അത് ഏത് ലോജിക്ക് വെച്ചിട്ട് താങ്കൾ പറഞ്ഞത്? നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഈ ഓണവും ക്രിസ്മസും ഇതൊക്കെ എന്താ പറയാ സെക്യുലർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണെന്ന്? അങ്ങനെയില്ല. താങ്കൾ ഇവിടെ ക്രിസ്മസിന്റെ സെലിബ്രേഷന്റെ ഒരു എന്താ പറയുക അതിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് ബൈബിളിൽ എഴുതിയ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അത് ദൈവപുത്രന്റെ പിറന്നാളിന്റെ ആഘോഷമാണ്. അങ്ങനെ ദൈവപുത്രൻ എന്നൊരു ആശയത്തിൽ വിശ്വസിക്കുന്നവരാണോ CPM? അപ്പൊ ഇവിടെ ഗണപതി മിത്താണെന്ന് പറയുന്നുണ്ട്. സ്കൂളിൽ അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നവരാണ് ഇവിടെ വന്നിട്ട് ഈ കാര്യത്തിൽ വളരെ സെക്യുലറായി സംസാരിക്കുന്നത്. അപ്പം സ്കൂളിൽ അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സയന്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗണപതി അതായത് തുമ്പിക്കൈയുള്ള ദൈവം മിത്താണ്, പക്ഷേ ദൈവപുത്രൻ മിത്തല്ല. അപ്പൊ അങ്ങനെയുള്ള ചില എന്താ പറയുക ഹിപ്പോക്രിറ്റ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇതിൽ ഇടപെടുമ്പോഴാണ് ഇത് വിഷയം മാറുന്നത്. കാരണം അവരുടെ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഒരു പക്ഷേ ഈ ഒരു തീവ്ര സ്വഭാവമുള്ള ഹിന്ദുക്കൾക്കിടയിലുള്ള ചില തീവ്ര സ്വഭാവമുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഒരു വിഭാഗം ഇവിടെ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നു. അതായത് ഭരിക്കുന്ന സർക്കാർ പറയുന്നതിന്റെ അപകടം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? പാലക്കാട് ഒരു വിഭാഗം വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നത് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം ഓണമാഘോഷം ഒക്കെ പതിവുള്ളതാണ്. അത് ആരെയാണ് ഇത്തരത്തിൽ വേദനിപ്പിക്കുന്നത്? എന്റെ വാക്കുകളെ താങ്കൾ വളച്ചൊടിക്കുന്നു. എന്ത് വളച്ചൊടിക്കാനാണ്? താങ്കൾ കേട്ടു നോക്കൂ. ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നേരെ വളരെ വലിയ രീതിയിലുള്ള എന്താ പറയാ സ്റ്റേറ്റ്മെന്റ്സ് CPM പറഞ്ഞിട്ടില്ലേ? ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, നിങ്ങൾ എല്ലാം കൂടി ചേർത്ത് പറയരുത്. തീവ്ര സ്വഭാവത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ ഗണപതി മിത്താണെന്നൊക്കെ പറയുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ്, എന്തിന്റെ കാര്യത്തിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ് താങ്കൾ മനസ്സിലാക്കണം. വിശ്വാസം അല്ല ശാസ്ത്രം എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണല്ലോ. പാഠപുസ്തകത്തിൽ വരുന്നതിനെ കുറിച്ചാണ് അത് പറഞ്ഞത്, വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ജയദേവൻ താങ്കൾക്ക് മറുപടി നൽകാം.
ജയദേവൻ താങ്കൾക്ക് മറുപടി നൽകാം. മിഥുൻ എങ്ങനെയാണ് ഈ അക്രമ സംഭവത്തെ ന്യായീകരിക്കുന്നതെന്ന് ജയദേവൻ താങ്കൾക്ക് മറുപടി നൽകാം. നിങ്ങൾ ഗണപതിയെ മിത്ത് എന്ന് പറഞ്ഞതുപോലെയാണ്, അതുപോലെ ഒരു ഹോമം നടത്തുന്നത് പോലെയാണ് ക്രിസ്മസ് ആഘോഷവും. ക്രിസ്മസ് ആഘോഷിക്കുന്നെങ്കിൽ അപ്പുറത്ത് ഹോമവും നടത്താം. അത് പ്രശ്നമാണ് ഇവർക്ക്. അവിടെ അതൊരു പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിൽ പ്രശ്നമാക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ക്രിസ്മസ് കാരോളിൽ ഇവർക്ക് അത് പ്രശ്നമില്ല. അതെങ്ങനെയാണ്? രണ്ടും റിലീജിയസ് സ്വഭാവമുള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾ സെക്യുലർ ആണെങ്കിൽ പൂർണ്ണമായും സെക്യുലർ ആയിരിക്കും. ഈ ഒരു വിഷയത്തെ ആരും ന്യായീകരിക്കുന്നില്ല. അത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ശരി, പുതിയ രീതികൾ നിങ്ങൾ കൊണ്ടുവരികയാണ്, കേരളത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ജയദേവൻ മറുപടി നൽകണം. ഇടവേളയ്ക്ക് ശേഷം, സമയക്കുറവുണ്ട്, ഇടവേളയ്ക്ക് പോയ ശേഷം മടങ്ങിയെത്താം. ജയദേവൻ മറുപടി നൽകാം. നോക്കൂ, സ്മൃതിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ആദ്യം തുടക്കത്തിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവരുടെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ വാർത്താക്കുറിപ്പിനകത്ത് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളെ തള്ളിപ്പറയാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ സ്മൃതിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വലത് നിരീക്ഷകനായി എത്തിയ അദ്ദേഹം ആദ്യം തുടക്കത്തിൽ എന്തോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ന്യായീകരിക്കുകയാണ് ചെയ്തത്. ന്യായീകരിക്കുക മാത്രമല്ല, ഇത് കുറഞ്ഞുപോയി എന്നുള്ള അഭിപ്രായം കാണു തോന്നുന്നു അദ്ദേഹത്തിനുള്ളത്. ഇവിടെ നോക്കൂ, നമ്മുടെ ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയുടെ അടയാളം പേറുന്ന നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ആ ശ്രമത്തെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ എല്ലാ വിധത്തിൽപ്പെട്ട ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇറങ്ങി വരേണ്ട ഒരു സമയം കൂടിയാണിത്. ഇവിടെ നോക്കൂ, അപ്പോഴാണ് അതിനെ എത്ര ഭംഗിയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്ത ആളുകളെ ഒരു കാരണവശാലും ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറയേണ്ടയിടത്തു നിന്ന് മാറി അദ്ദേഹം ന്യായീകരിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നത് ഇത് ഞങ്ങളെങ്ങനെയാണ് ഉത്തരവാദിയാകാൻ വേണ്ടി കഴിയുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഏതെങ്കിലും ഒരു DYFI പ്രവർത്തകൻ്റെ 50 വീടിനപ്പുറത്തുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ചെറിയൊരു കേസിനകത്ത് പ്രതിപ്പെട്ടാൽ പോലും DYFI കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിൽ നിങ്ങൾ അതിനെ വലിയ രൂപത്തിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഒരു ജില്ലാ നേതൃത്വ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു ഗവൺമെൻറ് സ്കൂളിനകത്ത് കയറി ആഘോഷത്തെ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഗണപതി ഹോമത്തെയും ക്രിസ്മസിനെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടുകയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളാണ്, ആ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കുന്ന മലയാളിയാണ്. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും, ഞങ്ങൾ റംസാൻ ആഘോഷിക്കും, ഞങ്ങൾ ഓണം ആഘോഷിക്കും. അതെല്ലാം ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങളെ തടസ്സപ്പെടുത്താനുള്ള വലിയ ശ്രമം ഇവിടെ നടക്കുന്നു. നോക്കൂ, ഇവർ മാതൃകയാക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. അവർ ഒറീസയെ മാതൃകയാക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ വേട്ടയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. RSSൻ്റെ വിചാരധാരയിൽ അവർ കൃത്യമായി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളിലൊന്ന് ക്രിസ്ത്യാനികളാണ് എന്നുള്ളതാണ്. നോക്കൂ, അതേ നയമല്ലേ അവർ സ്വീകരിക്കുന്നത്? RSSൻ്റെ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുക. ആ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് ഈ കേരളത്തിലും ഇത് നടപ്പിലാക്കാം എന്നുള്ള തരത്തിലേക്ക് വരുന്നത്. നോക്കൂ, ഡൽഹിയിൽ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകളുടെ മുന്നാണ് ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് ക്രൈസ്തവ നേതാക്കളോടൊപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നു, മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന്. തീർച്ചയായും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരേണ്ടത് തന്നെയാണ്. ആദ്യം വന്നാൽ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സ്ഥലം മണിപ്പൂരാണ്. ആ മണിപ്പൂർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാർപ്പാപ്പയോടൊപ്പം ഒന്ന് സഞ്ചരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ ക്രൈസ്തവ സമൂഹമായിക്കോട്ടെ, ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ, അവർ ഭയപ്പാടോടുകൂടിയാണ് കഴിയുന്നത്. അവർക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അവകാശം പോലും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം കേരളം വ്യത്യസ്തമാകുന്നു. കേരളം മതനിരപേക്ഷതയുടെ തുരത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യനും അവർ വിശ്വസിക്കുന്ന മതത്തിൽ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരാളുടെയും അനുവാദം വാങ്ങേണ്ടതില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളത് ഈ കേരളത്തിലാണ്. ആ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള വർഗീയ വിഷവിത്തുക്കൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നടത്തിയ കണക്കെടുപ്പ് പ്രകാരം ഈ വർഷം നമ്മുടെ കഴിഞ്ഞ വർഷമാണല്ലോ ഡൽഹിയിൽ 745 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ജാനുവരി മുതൽ നവംബർ വരെയുള്ള. അവർക്ക് തന്നെ, ഈ ക്രിസ്ത്യൻ മിഷനറിമാർക്ക് തന്നെ, ക്രൈസ്തവ നേതാക്കന്മാർക്ക് തന്നെ ഡൽഹിയിൽ സമരം നടത്തേണ്ടി വന്നു. ആ സമരം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടി കഴിയുന്നില്ല, ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ആരാധനാലയങ്ങളിൽ പോകുന്നതിന് സംഘപരിവാറുടെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ആസ്ഥാനത്ത് അവർക്ക് സമരം നടത്തേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, കാന്തമാൽ നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവമല്ലേ.
ഏതെല്ലാം തരത്തിൽ ഇവിടെ സ്മൃതി കുറച്ച് മുമ്പ് പറഞ്ഞ് സൂചിപ്പിച്ച് അവസാനിപ്പിച്ചു പോയ ഡിവൈഎഫ്ഐ വളരെ മുന്നേ തന്നെ ഇടപെടണം എന്നുള്ളതാണ്. തീർച്ചയായും ഡിവൈഎഫ്ഐ അനുദിനമായി വർഗീയതയ്ക്കെതിരായി സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്രാമസ്റ്റേറ്റിന്റെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പമ്പയുടെ മണൽപ്പരപ്പിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ആ മാരാമൺ കൺവെൻഷനിലേക്ക് എത്തുന്ന വിദേശ ക്രൈസ്തവ മിഷണറിമാരെ തടയുമെന്നും അങ്ങനെ ഞാൻ മാരാമൺ കൺവെൻഷനിലെത്തുന്ന അവരുടെ കാലുകൾ വെട്ടിമാറ്റുമെന്ന് പ്രഖ്യാപിച്ച ഹൈന്ദവ സംഘടനയ്ക്കെതിരായി ഡിവൈഎഫ്ഐ വളണ്ടിയർമാരെ അണിനിരത്തി അതിനെ ചെറുത്തു തോൽപ്പിച്ച ഒരു ചരിത്രം കൂടി കേരളത്തിനുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ വർഗീയ വിഷവത്തുക്കളുമായി വരുന്ന ആളുകളെ കേരള സമൂഹം തൂത്തെറിയുക തന്നെ ചെയ്യും. ശരി മിഥുൻ, അവസാനമായി നോക്കൂ സ്മൃതി, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോയി. ഇനി സമയവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഓണാഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷം, ഈദ് എല്ലാം ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, 2016 ഓണാഘോഷ സമയത്ത് ഒരു സർക്കുലർ വന്നിരുന്നു. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാരും തന്നെ ഓഫീസ് ടൈമിൽ ഓണാഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സർക്കുലർ എന്തുകൊണ്ടാണ് ഈദിന്റെ സമയത്തോ അല്ലെങ്കിൽ സമയത്തോ വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ട് അത് ക്രിസ്മസിന്റെ സമയത്ത് വരുന്നില്ല? എന്തുകൊണ്ടാണ് ഈദിൽ, എന്തുകൊണ്ടാണ് ഈദിന്റെ സമയത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് ക്രിസ്മസിന്റെ സമയത്ത് വരാത്തത്? ഓണം ആഘോഷിക്കേണ്ട എന്നിവിടെ ഒരു സർക്കാരും തീരുമാനമെടുത്തില്ല. വളരെ മോശമായി പോയി മിഥുൻ ആ പ്രതികരണം. നമുക്ക് സമയമില്ല. വളരെ നന്ദി ആർ ജയദേവനൊപ്പം തന്നെ മിഥുൻ വിജയകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.